ഇററാഷണൽ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 88 ക്വസ്റ്റ്യൻസ് അതിൻ്റെ ആൻസേഴ്സാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഇങ്ങനെയാണ് പറയുന്നത്: വി ക്യാൻ മേക്ക് എ റെക്റ്റാങ്കിൾ യൂസിങ് 4 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് ദ സെയിം സൈസ് ബൈ കട്ടിംഗ് 2 ഓഫ് ദം അലോങ് ദെയർ ഹൈറ്റ് ആൻഡ് റീഅറേഞ്ചിങ് ദീസ് പീസസ് ആൻഡ് അതർ 2 ഹോൾ ട്രയാങ്കിൾസ്. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. പറഞ്ഞിരിക്കുന്നത് എത്രയുള്ളടാ? ഈ കാണുന്ന ആൾ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളാണ്, ഇവനും എന്ത് തന്നെയാണ്, ഇക്വിലാറ്ററൽ ട്രയാങ്കിളാണ്. ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിനെ 2 പീസസ് ആക്കിയതാണ്, 2 കഷ്ണമാക്കിയാണ്. അതുപോലെ തന്നെ ഇവനെയും. എന്നിട്ട് ഇവരെയൊക്കെ റീഅറേഞ്ച് ചെയ്ത് കണ്ടതാ ഈ താഴെ കാണുന്ന രീതിയിൽ എന്തുണ്ടാക്കിയിട്ടുണ്ട്, ഒരു റെക്റ്റാങ്കിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇഫ് ദ സൈഡ്സ് ഓഫ് ഓൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആർ 2 സെൻറ്റിമീറ്റേഴ്സ്, ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സൈഡ് എത്രയാണെന്ന് പറയുന്നുണ്ട്, 2 സെൻറ്റിമീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. വാട്ട് ഈസ് ദ പെരിമീറ്റർ ആൻഡ് ഏരിയ? കണ്ടുപിടിക്കേണ്ട എന്താ, പെരിമീറ്ററും ഏരിയയുമാണ്. ആരത്? റെക്റ്റാങ്കിളിൻ്റെ. ഇവിടെ തന്നിരിക്കുന്ന ഈ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്ററും ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്. ജസ്റ്റ് കാര്യം എന്ന് പറയാം, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് 2 ആണെന്ന് പറഞ്ഞാൽ ഈ സൈഡൊക്കെ എന്തായിരിക്കും, 2 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ എന്തായിരിക്കും, 2 2 2 തന്നെയായിരിക്കുമല്ലോ. ഇനി ഇവിടെ നിങ്ങൾ ഈ ഒരു ഫിഗർ ശ്രദ്ധിച്ചേ. ഈ ഫിഗറിലേക്ക് നോക്കുമ്പോൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിനെ 2 പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്യുന്നുണ്ട് അല്ലേ, 2 ഈക്വൽ പീസസ് ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഈ ഒരു ചെറിയ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താ? ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആയിരിക്കും. എന്തായിരിക്കും? റൈറ്റ് ട്രയാങ്കിൾ ആയിരിക്കും. ആ റൈറ്റ് ട്രയാങ്കിളിൽ ദ ഈവൻ എന്ന് പറഞ്ഞത് എത്ര തന്നെയാണ്, 2 തന്നെയാണ്. ഇവിടെ ഈ ടോട്ടൽ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ 2 ആണ്. ആ 2നെ അപ്പം 1 1 ആയിട്ടല്ലേ ഡിവൈഡ് ചെയ്യുക, പകുതിയും പകുതിയായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്കിവിടെ ഹൈപ്പോട്ടന്യൂസ് അറിയാം, ബേസ് അറിയാം. ഈ കാണുന്ന എന്ത് കണ്ടുപിടിക്കണം, ഹൈറ്റ് കണ്ടുപിടിക്കണം. ആ ഹൈറ്റ് തന്നെയാണ് ഇവിടെ ഈ ഫിഗറിലുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഞാനൊന്ന് കണ്ടുപിടിക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ചിത്രം ഒന്ന് ഞാൻ ജസ്റ്റ് മാറ്റി വരയ്ക്കുന്നുണ്ട്. നോക്കുക, ഞാനിവിടെ ഒരു ചിത്രം ആഡ് ചെയ്തു. ഇതേ സാധനം തന്നെയാണ്. ഇതിലെന്തൊക്കെ എനിക്കറിയാം ജസ്റ്റ് നോക്കിക്കേ. ആദ്യം ഞാനൊരു പേര് കൊടുക്കുന്നു. എല്ലാത്തിനും ജസ്റ്റ് ഒന്ന് പേര് കൊടുത്തിടാം. A B C D. ഈ പോയിൻറ്റിന് ഞാൻ P എന്ന് പേര് കൊടുത്തു. ഈ പോയിൻറ്റിന് ഞാൻ ജസ്റ്റ് ഒരു Q എന്ന് പേര് കൊടുത്തു. ബാക്കിയുള്ളതിൻ്റെ ആവശ്യം എനിക്കില്ല. ഇനി ഇവിടെ ഒരു പോയിൻറ്റും കൂടെ ഉള്ളൂ, വേണമെങ്കിൽ ഒരു R എന്നും കൂടെ പേര് കൊടുക്കാം. ഓക്കെ, എനിക്ക് ആദ്യം തന്നെ അറിയാം ഈ കാണുന്ന സൈഡ്, ഈ സൈഡും ഈ 3 സൈഡും എത്രയാണ്, 2 ആണ്. എത്രയാണ്? 2 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇത് 2 സെൻറ്റിമീറ്റർ, ഇതും 2 സെൻറ്റിമീറ്റർ, ഇതും 2 സെൻറ്റിമീറ്റർ. പിന്നെ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാ ഇവൻ 1 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടേക്ക് വരുന്ന ആളാരാ, ഈ കാണുന്ന ലെങ്ത്ത്. ഏത് ലെങ്ത്ത്? PQ എന്ന് പറയുന്ന ഈ ലെങ്ത്ത്. ആ PQ എന്ന് പറയുന്ന ലെങ്ത്ത് എത്ര സെൻറ്റിമീറ്റർ ആണെന്ന് കിട്ടി? 1 സെൻറ്റിമീറ്റർ ആണെന്ന് കിട്ടി. അതും ഞാൻ അവിടെ മാർക്ക് ചെയ്ത് വെച്ചു, 1 സെൻറ്റിമീറ്റർ. ഇനി എനിക്ക് കണ്ടുപിടിക്കേണ്ട ആൾ ഈ ഒരു റൈറ്റ് ട്രയാങ്കിളിനെ സംബന്ധിച്ചിട്ട്, മട്ട ത്രികോണത്തിനെ സംബന്ധിച്ചിട്ട് ഇതാ ഇവിടെയാണ് മട്ട കോൺ അല്ലേ, റൈറ്റ് ആംഗിൾ അല്ലെങ്കിൽ 90 ഡിഗ്രി അവിടെയാണ്. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് DQ ആണ്. ആരെയാണ്? DQ. ആ DQ എത്രയായിരിക്കും? നമുക്കവിടെ പൈതഗോറസ് തിയറം ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഏത് തിയറം? പൈതഗോറസ് തിയറം. നോക്കിക്കേ, DQ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാൻ പറ്റുക? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് വെച്ചാൽ ഇവിടെ PD സ്ക്വയർ. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ PD സ്ക്വയർ മൈനസ് PQ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. PD എത്രയാടാ? PD നോക്കിക്കേ, PD 2 സെൻറ്റിമീറ്റർ, PQ 1 സെൻറ്റിമീറ്റർ. അപ്പം 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ. 2 സ്ക്വയർ 4 ആണ്, 1 സ്ക്വയർ 1 തന്നെയാണ്. 4 മൈനസ് 1 എന്ന് കിട്ടും. 4 മൈനസ് 1 ഇസ് ഈക്വൽ ടു 3. DQൻ്റെ സ്ക്വയർ ആണ് ഇപ്പം കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ DQ എത്ര കിട്ടും? DQ ഇസ് ഈക്വൽ ടു √3. DQ ഇസ് ഈക്വൽ ടു എത്ര കിട്ടും? √3 സെൻറ്റിമീറ്റേഴ്സ് എന്ന് കിട്ടും. √3 സെൻറ്റിമീറ്റേഴ്സ്. മക്കളെ നോക്കിക്കോ, ഇപ്പം നിങ്ങൾക്ക് ഈ D മുതൽ Q വരെയുള്ള ഈ ഒരു ലെങ്ത്ത്, ആ ലെങ്ത്ത് നിങ്ങൾക്ക് കിട്ടി. എത്ര സെൻറ്റിമീറ്ററാണ്? √3. അങ്ങനെയാണെങ്കിൽ അടുത്ത Q മുതൽ C വരെയുള്ള ലെങ്ത്തും എത്ര തന്നെയാണ് കിട്ടുക? √3 അല്ലേ. ഇപ്പോൾ ഈ ഒരു റെക്റ്റാങ്കിളിനെ സംബന്ധിച്ചിട്ട് ബ്രെഡ്ത്ത് എന്ന് പറയുന്ന ആളാരാ? ഇതാ ഈ കാണുന്ന 2 ആണ്. ലെങ്ത്ത് എന്ന് പറയുന്ന ആളോ? ലെങ്ത്ത് എന്ന് പറയുന്ന ആൾ ഇവിടെ മുതൽ ഇവിടെ വരെ കാണുന്ന ഈ ടോട്ടൽ ലെങ്ത്താണ്. അത് √3യും √3യും 2 √3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടുക? √3യും √3യും കൂട്ടിയാൽ 2 √3. നിങ്ങൾ ഒരു മാങ്ങയും വേറൊരു മാങ്ങയും കൂട്ടിയാൽ 2 മാങ്ങയല്ല ഉണ്ടാവുക. അതേപോലെ തന്നെ √3യും √3യും കൂട്ടിയാൽ എത്ര കിട്ടും? ടോട്ടൽ 2 √3 എന്ന് കിട്ടും.
ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് ലെങ്ത്തായി, ഇവിടെ ആരുമായി, ബ്രെഡ്ത്തുമായി. ഇനി കണ്ടുപിടിക്കാൻ പറഞ്ഞ ആളുകളെ കണ്ടുപിടിക്കാം. ആരൊക്കെയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്? ഒന്ന് പെരിമീറ്റർ നോക്കാം. പെരിമീറ്റർ ഇസ് ഈക്വൽ ടു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ മക്കളെ ഇതാണ്. 2 × L + B, 2 × ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത്. നോക്കിക്കോ, 2 × ലെങ്ത്ത് എത്രയാണ്? 2√3. ബ്രെഡ്ത്ത് എത്രയാണ്? 2. അപ്പോൾ അത് ഇതേമാതിരി ഇവിടേക്ക് ഞാൻ കൊടുക്കുന്നു. 2√3 + 2. ഓക്കെ ആണല്ലോ? ഇനി ഈ പുറത്തുള്ള 2 ഇവിടെ ഉണ്ട്. ഓക്കെ അല്ലേ? ഈ ബ്രാക്കറ്റിനുള്ളിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്. എന്ന് വെച്ചാൽ 2 കോമൺ ആയിട്ട് അവിടെ കിടക്കുന്നുണ്ട് ഇല്ലേ? ആ കോമൺ ആയിട്ട് കിടക്കുന്ന 2 ഞാൻ എന്ത് ചെയ്തു? ജസ്റ്റ് പുറത്തേക്ക് എടുത്തു. പുറത്തേക്ക് 2 എടുക്കുമ്പോൾ ഇതാ ഇങ്ങനെ വരും. ഓൾറെഡി 2 ഇവിടെ ഉണ്ട്. ഇൻറ്റു ഉള്ളിൽ കിടക്കുന്ന 2 പുറത്തേക്ക് എടുത്തു. ബാക്കി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ആരേ വരുള്ളൂ? √3. ശ്രദ്ധിച്ചേ, ഇവിടെ 2 പോയി കഴിഞ്ഞാൽ ബാക്കി ആരേ വരുള്ളൂ? √3. ഇവിടെ 2 പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി ആരേ വരുള്ളൂ? 1 + 1. 2 × 2 എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 × √3 + 1 കിട്ടും. 4 × √3 + 1 അത്രയും സെൻറ്റിമീറ്ററാണ്. പെരിമീറ്ററിൻ്റെ യൂണിറ്റ് എന്താണ്? സെൻറ്റിമീറ്റർ. അപ്പോൾ 4 × √3 + 1 സെൻറ്റിമീറ്റർ എന്ന ആൻസർ കിട്ടി. ഇനി അടുത്ത കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഏരിയ ആണ്. എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? ഏരിയ. എങ്ങനെയാണ് ഏരിയ കണ്ടുപിടിക്കുക? റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ലെങ്ത് × ബ്രെഡ്ത്ത് എന്നാണ്. ലെങ്ത് × ബ്രെഡ്ത്ത്. ഇവിടുത്തെ ലെങ്ത്ത് നോക്കിക്കേ, 2√3. അപ്പോൾ 2√3 × ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ 2 എന്ന് വെച്ചാൽ 2 × 2 4 എന്ന് കിട്ടും. ഇവിടെ ശ്രദ്ധിക്കണേ, ഇവിടെ 2 ഉണ്ട്, ഇവിടെ ഒന്നുണ്ട്, 2 ഉണ്ട്. 2 × 2 എത്ര കിട്ടുക? 4. അപ്പോൾ 4 × √3 സെൻറ്റിമീറ്റർ സ്ക്വയർ സെൻറ്റിമീറ്ററാണ് യൂണിറ്റ്. 4√3 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് ആൻസർ കിട്ടി. സിമ്പിളാണേ, അത്രയേ ഉള്ളൂ. വേണമെങ്കിൽ ഒന്നും കൂടെ പറയാം. നോക്കിക്കോ, ഒരു സൈഡ് 2 ആണ്. ഈ സൈഡ് 2 ആയി കഴിഞ്ഞാൽ ഈ സൈഡ് 2 ആണ്. അപ്പോൾ ഈ സൈഡും എത്ര കിട്ടും? 2. ഇത് 2ൻ്റെ പകുതി 1. നമ്മളവിടെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യും. പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ DQ കിട്ടും √3. DQ √3 കിട്ടിയാൽ ഈ ടോട്ടൽ ലെങ്ത്ത് ഇവിടെ മുതൽ ഇവിടെ വരെ എത്ര കിട്ടും? 2√3 എന്ന് കിട്ടും. ഇപ്പോൾ നമുക്ക് ബ്രെഡ്ത്തുമായി ആരുമായി? ലെങ്ത്തുമായി. പെരിമീറ്റർ കണ്ടുപിടിക്കാൻ ലൊക്കേഷൻ 2 × L + B ആണ്. അവിടെ ജസ്റ്റ് നമ്മൾ വാല്യൂ കൊടുക്കുന്നു. 2 × 2√3 + 2. അത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 4 × √3 + 1 എന്നുള്ള ആൻസർ കിട്ടും. ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ലെങ്ത് × ബ്രെഡ്ത്ത് ആണ്. അവിടെ നമ്മൾ എന്ത് കൊടുക്കുന്നു? 2√3 × 2 എന്ന് കൊടുക്കുന്നു. ആൻസർ 4√3 എന്ന് കിട്ടി. ഓക്കെ ആണേ? സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് വി ക്യാൻ മേക്ക് എ ട്രപ്പിസിയം ബൈ കട്ടിങ് എ സ്ക്വയർ. ഒരു ട്രപ്പിസിയം നമ്മൾ ഉണ്ടാക്കുകയാണ്. ആ ട്രപ്പിസിയം എങ്ങനെ ഉണ്ടാക്കുന്നത്? ഒരു സ്ക്വയറിനെയും ആൻഡ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വിത്ത് സൈഡ്സ് ട്വൈസ് ദാറ്റ് ഓഫ് ദ സ്ക്വയർ ആൻഡ് റീഅറേഞ്ചിങ് ദ പീസസ് ആസ് ബിലോ എന്നാണ് പറയുന്നത്. മക്കളെ നോക്കിക്കോ, ഇവിടെ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ട്. എന്തുണ്ട്? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ആ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന് എന്താക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? നേരത്തെ ക്വസ്റ്റ്യനിൽ ചെയ്ത പോലെ തന്നെ 2 റൈറ്റ് ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഉള്ളതൊരു സ്ക്വയറാണ്. ആ സ്ക്വയറിനെ ഡയഗണൽ വരച്ച് അവിടെയും 2 റൈറ്റ് ട്രയാങ്കിളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇതൊക്കെ ഈ സാധനത്തിനടുത്ത് ഇവിടെയും ഈ ഒരു ട്രയാങ്കിളിനടുത്ത് ഇവിടെയും വെക്കുന്നു. സ്ക്വയറിൻ്റെ 2 പീസസിനെ സ്ക്വയറിനെ 2 ട്രയാങ്കിളാക്കി മാറ്റിയതിനെ ഈ സൈഡിലും ഈ തലക്കിലും കൊണ്ടുപോയിട്ട് വെക്കുന്നു. പക്ഷേ ഇവിടെ ഒരു പ്രോപ്പർട്ടി അവർ പറയുന്നുണ്ട്, ഒരു കാര്യം അവർ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? എ സ്ക്വയർ ആൻഡ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വിത്ത് സൈഡ്സ് ട്വൈസ് ദാറ്റ് ഓഫ് ദ സ്ക്വയർ എന്നാണ് പറയുന്നത്. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സൈഡ് എന്ന് പറഞ്ഞാൽ സ്ക്വയറിൻ്റെ സൈഡിൻ്റെ ട്വൈസ് ആയിരിക്കും അല്ലേ? അപ്പോൾ നോക്കിക്കോ, സ്ക്വയറിൻ്റെ സൈഡ് ഒരു 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ എന്തായിരിക്കും? 2 സെൻറ്റിമീറ്റർ. സ്ക്വയറിൻ്റെ സൈഡ് 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ എന്തായിരിക്കും? 4 സെൻറ്റിമീറ്റർ. സ്ക്വയർ ഇനി ഒരു 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്തായിരിക്കും? 6 സെൻറ്റിമീറ്റർ. എന്ന് വെച്ചാൽ സ്ക്വയർ എന്താണോ, സ്ക്വയറിൻ്റെ സൈഡ് എന്താണോ അതിൻ്റെ നേരെ ഡബിൾ ഇരട്ടിയാണ് ആരുടെ സൈഡ്? ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സൈഡ്. ഇനി ബാക്കി കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഇഫ് ദ സൈഡ് ഓഫ് ദ സ്ക്വയർ ഈസ് 2 സെൻറ്റിമീറ്റർ, സ്ക്വയറിൻ്റെ സൈഡ് എന്താണ്? 2 സെൻറ്റിമീറ്റർ ആണ്.
വാട്ട് ഈസ് ദ പെരിമീറ്റർ ആൻഡ് ഏരിയ ഓഫ് ട്രപ്പിസിയം എന്നാണ് പറയുന്നത്. മക്കളെ, ഇവിടെ കിട്ടുന്ന ഈ സാധനത്തിൻ്റെ പേരാണ് നമ്മൾ എന്തെന്ന് പറയുക? ട്രപ്പിസിയം. എന്താ ട്രപ്പിസിയം? താഴത്തെ സൈഡും മേലത്തെ സൈഡും എന്തായിരിക്കും? പാരലലായിരിക്കും. 4 സൈഡും ഉണ്ടായിരിക്കും. ആ ട്രപ്പിസിയത്തിൻ്റെ എന്തൊക്കെ കണ്ടുപിടിക്കണം? പെരിമീറ്ററും ഏരിയയും കണ്ടുപിടിക്കണം. എടാ, ട്രപ്പിസിയത്തിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഈ സൈഡും ഈ 2 സൈഡും എന്ന് വെച്ചാൽ 4 സൈഡും നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. ഏരിയ കണ്ടുപിടിക്കണമെങ്കിലും 2 പാരലൽ സൈഡും അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഫിഗറിന് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ തന്ന ഡാറ്റാസ് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ മാർക്ക് ചെയ്യാൻ പറ്റും നോക്കാം. നോക്കിക്കോ, സൈഡ് ഓഫ് സ്ക്വയർ 2 സെൻറ്റിമീറ്റർ എന്ന് പറയണം. എന്ന് വെച്ചാൽ ഈ കാണുന്ന ആൾ എത്രയാണ്? 2. അപ്പോൾ ഇവനും എത്രയാണ്? 2. ഇതേ ഫിഗർ ഇങ്ങോട്ട് മാർക്ക് ചെയ്യുമ്പോൾ, ഇതേ ഫിഗർ ഇവിടേക്ക് വന്ന് മാർക്ക് ചെയ്യുമ്പോൾ ഈ കാണുന്ന ആൾ 2ഉം ഈ കാണുന്ന ആൾ എന്തെന്ന് കിട്ടും? 2 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇവിടേക്ക് വരുമ്പം ഇതും 2, ഇതും എത്രയാണ്? 2. ഇതെന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആട്ടോ. ഈ ഡിസ്റ്റൻസ് 2, ഇവിടെ നിന്ന് ഇവിടെ വരെ ഡിസ്റ്റൻസ് എന്താണ്? 2. ഇനി ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സൈഡ് എന്ന് പറഞ്ഞാൽ സ്ക്വയറിൻ്റെ നേരെ ഡബിളാണ്. അപ്പം ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് ഈ സൈഡ് എന്ന് പറയുന്നത് എത്ര വരും? 2ൻ്റെ ഡബിൾ എന്ന് പറഞ്ഞാൽ എത്ര വരും? 4 വരും. 2ൻ്റെ ഡബിൾ 4 വരും. അപ്പോൾ ഇവിടെ എന്ത് വരും? 4. ഈ താഴത്തെ ടോട്ടൽ ലെങ്ത്തിനെ അവർ പകുതിയായിട്ടല്ലേ കട്ട് ചെയ്യുക? പകുതിയായിട്ട് കട്ട് ചെയ്യുമ്പോൾ ഇവൻ 2ഉം തൊട്ടപ്പുറത്ത് 2ഉം കിട്ടും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ആരൊക്കെയാണ്? ഈ ഹൈറ്റ് കണ്ടുപിടിക്കണം. എന്നാലേ ഇവിടെയുള്ള ഈ ഒരു മെഷർമെൻറ്റ് കിട്ടുള്ളൂ. അടുത്തത് ഈ ഡയഗണൽ കണ്ടുപിടിക്കണം. ഈ ഡയഗണൽ കണ്ടുപിടിച്ചാലേ ഈ ഒരു അളവും കിട്ടുള്ളൂ. ഇത്രയും. അപ്പം നേരത്തെ ക്വസ്റ്റ്യനിൽ ഒരു പ്രാവശ്യം പൈതഗോറസ് തിയറം, ഒരു ട്രയാങ്കിളിൽ മാത്രം പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ മതിയായിരുന്നു. ഇവിടെ എന്ത് വേണം? 2 ട്രയാങ്കിൾ വേണം. ഇനി ഞാൻ ഈ ഫിഗർ ഒന്ന് ഇങ്ങോട്ട് മാറ്റി വരച്ചിട്ടുണ്ട്. നോക്കാം, ഇതാണ് ഞാൻ മാറ്റി വരച്ച ഫിഗർ. ഈ ഫിഗറിലേക്ക് നോക്കിക്കേ. ഞാൻ ആദ്യം ഈ ഫിഗറിന് ജസ്റ്റ് ഒന്ന് ചെറുതാക്കുന്നുണ്ട്. അത്ര വലുപ്പം നമുക്ക് വേണ്ട. ഓക്കെ, എനിക്കറിയാവുന്ന അളവുകൾ ഞാൻ മാർക്ക് ചെയ്യുകയാണ്. ആദ്യത്തെ അളവുകൾ എനിക്കറിയാവുന്നത് ഇവനെയും ഈ കാണുന്ന ആളെയും എനിക്കറിയാം. അപ്പോൾ അത്രയും അളവുകൾ ഞാൻ ആദ്യം അവിടെ മാർക്ക് ചെയ്ത് വെക്കുന്നു. ഒക്കെ 2 സെൻറ്റിമീറ്ററാണ്. എത്ര സെൻറ്റിമീറ്ററാണ്? 2 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത് 2 ആണ്, ഇതും 2 ആണ്, ഇതും 2 ആണ്. ഓക്കെ ആണല്ലോ? ഇനി അടുത്തത് ഈ കാണുന്ന ഒരു സൈഡ് ഉണ്ടല്ലോ, ഈ സൈഡ്, ഇത് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡല്ലേ? എന്ന് വെച്ചാൽ ക്വസ്റ്റ്യനിലേക്ക് നോക്കിക്കേ, ഇവനെയാണ് ഇങ്ങോട്ട് ചെരിച്ച് വെച്ചത്. അപ്പോൾ അത് എത്രയാണെന്ന് എനിക്ക് കിട്ടിയത്? 4 സെൻറ്റിമീറ്റർ ആണെന്നാണ് കിട്ടിയത്. അപ്പോൾ അതും ഞാനിവിടെ മാർക്ക് ചെയ്യാൻ പോവാണ്. അത് 4 സെൻറ്റിമീറ്ററാണ്. എത്ര സെൻറ്റിമീറ്ററാണ്? 4 സെൻറ്റിമീറ്ററാണ്. ഓക്കെ ആണല്ലോ? ഇനി ജസ്റ്റ് നമ്മളെല്ലാ ക്വസ്റ്റ്യനിലും ചെയ്യുന്ന പോലെ പേര് കൊടുക്കുക. ഞാനിവിടെ പേര് കൊടുത്തു. A, B, C, D, P, Q എന്ന് പേര് കൊടുത്തു. ഓക്കെ ആണല്ലോ? ഇനി ഞാൻ ആദ്യമായിട്ട് തന്നെ എടുക്കാൻ പോകുന്ന ട്രയാങ്കിൾ ഏതാണെന്ന് നോക്കിക്കോ. ഈ ഒരു റൈറ്റ് ട്രയാങ്കിൾ എടുക്കാൻ പോകുന്നു. ഞാനിവിടെ ഷെയ്ഡ് ചെയ്ത് വെച്ച ആ റൈറ്റ് ട്രയാങ്കിൾ എടുക്കാൻ പോകുന്നു. ആ റൈറ്റ് ട്രയാങ്കിൾ എനിക്ക് കണ്ടുപിടിക്കേണ്ട ആളാരാ? ഈ കാണുന്ന AQനെ കണ്ടുപിടിക്കണം. വേണ്ടേ? AQനെ കണ്ടുപിടിക്കുക എങ്ങനെയാണ്? പൈതഗോറസ് തിയറം സിംപ്ലി അപ്ലൈ ചെയ്യാം. AQ എന്ന് പറഞ്ഞാൽ എന്താണ്? 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡാണ്. എന്ന് വെച്ചാൽ ഹൈപ്പോട്ടിന്യൂസ് ആണ്. അപ്പം AQ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും? AB സ്ക്വയർ പ്ലസ് BQ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. AB സ്ക്വയർ പ്ലസ് BQ സ്ക്വയർ. രണ്ടാളും ABയും BQയും എത്രയാടാ? 2 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ 2 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 പ്ലസ് 4, 4 പ്ലസ് 4, 4ഉം 4ഉം കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 8 കിട്ടും. AQ സ്ക്വയർ ഇസ് ഈക്വൽ ടു എത്ര കിട്ടും? 8 കിട്ടും. ഓക്കെ ആണല്ലോ? ഇനി അങ്ങനെയാണെങ്കിൽ AQ എത്രയാണ് കിട്ടുക? √8. AQ എത്ര കിട്ടും? √8. ഈ ചാപ്റ്ററിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. എന്ത്? √8നെ മാറ്റി എഴുതാൻ. √8നെ എങ്ങനെ എഴുതാൻ പറ്റുക? √8 എന്ന് പറയുന്ന ആളില്ലേടാ? 8 എന്ന് പറയുന്ന ആളെന്താ? 4 × 2 ആണ്. ആണല്ലോ? ഇനി ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാൽ ആദ്യം √4 എന്ന് വരും, പിന്നെ √2 എന്ന് വരും. അപ്പോൾ √4 × √2. ഈ √4 നിങ്ങൾക്ക് അറിയാം എത്രയാണ്? 2 ആണ്. √4 എത്രയാണ്? 2 ആണ്. അപ്പം 2 × √2 സെൻറ്റിമീറ്റർ എന്നാണ് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുക. എന്താ കിട്ടുക? 2 × √2, 2√2 എന്ന് കിട്ടും. നോക്കിക്കോ, ഞാനതിവിടെ മാർക്ക് ചെയ്യാൻ പോവാണ്. 2√2 എന്ന് കിട്ടി. ഇതേ ആൾ തന്നെയാണ് PD എന്ന് പറയുന്ന ആളും. അത് എന്ത് കിട്ടി? 2√2 എന്ന് കിട്ടി. സിമ്പിൾ. ഇനി
അടുത്തത് നോക്കിക്കേ. അടുത്തത് എനിക്ക് കണ്ടുപിടിക്കേണ്ട ആളെന്ന് പറയുന്നത് ഈ ഒരു റൈറ്റ് ട്രയാങ്കിൾ പി ബി ക്യൂ എന്ന് പറയുന്ന റൈറ്റ് ട്രയാങ്കിളിൽ എനിക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ഹൈറ്റ് കിട്ടും. ആ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് അഥവാ ഈ പി ക്യൂ എന്ന് പറയുന്ന ആളെ കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ അതിനുള്ള പരിപാടി ഞാൻ നോക്കുകയാണ്. അവിടെ എന്ത് എഴുതാൻ പറ്റുക? പി ക്യൂ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് ആരാ? എ ബി ആണ് ഹൈപ്പോട്ടന്യൂസ്. ആരാണ്? സോറി, എ ബി അല്ല, പി ബി. ഈ കാണുന്ന പി ബി ആണ് ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ എനിക്ക് എഴുതാൻ പറ്റും പി ബി സ്ക്വയർ മൈനസ് ബി ക്യൂ സ്ക്വയർ. ഓക്കെ ആണോ? 4 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ. 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16ഉം 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4ഉമാണ്. 16 മൈനസ് 4 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 12. ഇപ്പോൾ കിട്ടി പി ക്യൂ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി? പി ക്യൂ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി? 12 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ പി ക്യൂ എത്രയായിരിക്കും? പി ക്യൂ ഇസ് ഈക്വൽ ടു √12. വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ 12നെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പോവുകയാണ്. എങ്ങനെ എഴുതാൻ പറ്റും? √4 ഇൻറ്റു എന്തെന്ന് എഴുതാം? 3 എന്ന് എഴുതാം. അതിനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്താൽ √4 ഇൻറ്റു √3 എന്ന് എഴുതാം. √4 നിങ്ങൾക്കറിയാം, √4ൻ്റെ വാല്യൂ എത്രയാണ്? 2 ആണ്. √3ൻ്റെ വാല്യൂ 1 പോയിൻ്റ് ഒക്കെയാണ്. അപ്പോൾ നമുക്ക് പോയിൻ്റ് ഒന്നും വേണ്ട, നമ്മൾ എന്തിനു എഴുതി? √3 എന്ന് എഴുതി. അത്രയും സെൻറ്റിമീറ്റർ. എന്താണ്? അത്രയും സെൻറ്റിമീറ്റർ. ക്ലിയർ ആണോ? 2√3 സെൻറ്റിമീറ്റർ. ഇനി ഫിഗറിലേക്ക് പാടാം. ഫിഗറിൽ ഇപ്പോൾ എന്തൊക്കെയായി? ഇവനായി 2√3 എന്ന് കിട്ടി. ഈ ബി സിയും അത് തന്നെയല്ലേ? അവിടെ എന്ത് കിട്ടി? 2√3 എന്ന് കിട്ടി. ഇനി നമ്മളോട് പറഞ്ഞ സാധനം ഈ ഒരു ട്രപ്പിസീയത്തിൻ്റെ മൊത്തം ട്രപ്പിസീയത്തിൻ്റെ പെരിമീറ്റർ എങ്ങനെയാണ് കാണാം? പെരിമീറ്റർ കാണാൻ വളരെ എളുപ്പമാണ്. നോക്കിക്കോ, ഞാൻ ഈ എ എന്ന് തുടങ്ങുകയാണെങ്കിൽ എ മുതൽ ഡി വരെയുള്ള ദൂരം, തിരിച്ച് പിയിലേക്ക് ക്യൂ, തിരിച്ച് എയിലേക്ക്, ഇത്രയും ആളുകൾ എന്ത് ചെയ്താൽ മതി? പിടിച്ച് കൂട്ടിയാൽ മതി. അപ്പോൾ ഞാനിവിടെ എഴുതി പെരിമീറ്റർ. എനിക്ക് കണ്ടുപിടിക്കേണ്ടെന്താ? പെരിമീറ്റർ സീക്വൽ ടു കൂട്ടാൻ പോവുകയാണ്. ആദ്യം തന്നെ കൂട്ടുന്നത് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്? എ എന്നാണ്. എ എന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പം എനിക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഫസ്റ്റ് വരുന്ന നമ്പർ 2 ആണ്. പിന്നെ ഒരു 2√3, വീണ്ടും 2, പിന്നെ ഒരു 2√2, 2√3, 2√2. ഈ ആളുകളൊക്കെ പിടിച്ച് കൂട്ടാൻ പോവുക. 2 പ്ലസ് 2√3 പ്ലസ് വീണ്ടും 2 പ്ലസ് 2√2 പ്ലസ് വീണ്ടും 2√3 പ്ലസ് 2√2. ഓക്കെ ആണല്ലോ. ഇനി ആഡ് ചെയ്യുമ്പം നമുക്ക് ഒരുപോലുള്ള ആൾക്കാരെ ആഡ് ചെയ്യാം. നോക്കിക്കോ, 2 ഉണ്ട്, 2 ഉണ്ട്. 2ഉം 2ഉം ആഡ് ചെയ്ത് എന്ത് കിട്ടും? 4 എന്ന് കിട്ടും. പ്ലസ് അടുത്തത് ഒരു 2√2 ഉണ്ട്, വേറൊരു 2√2 ഉണ്ട്. 2√2ഉം 2√2ഉം കൂട്ടി കഴിഞ്ഞാൽ ടോട്ടൽ എത്ര √2 ആയി? 4√2 ആയി. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് ഇവിടെ ഒരു 2√3 ഉണ്ട്, ഇവിടെ ഒരു 2√3 ഉണ്ട്. 2√3ഉം 2√3ഉം കൂട്ടിയാൽ അവിടെയും ടോട്ടൽ എത്ര √3 ആയി? 4√3 ആയി. അപ്പം 4 പ്ലസ് 4√2 പ്ലസ് 4√3 എന്നാണ് ആൻസർ കിട്ടുക. ഇനി ഇതിനെ കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു 4 ഉണ്ട്, ഇവിടെ ഒരു 4 ഉണ്ട്, ഇവിടെ ഒരു 4 ഉണ്ട്. ഈ 4കളെയൊക്കെ ഞാൻ കോമൺ ആയിട്ട് പുറത്തെടുത്തു. കോമൺ ആയിട്ട് പുറത്തെടുക്കുക എന്ന് പറഞ്ഞാൽ മക്കളെ നോക്കിയോ, ആദ്യത്തെ ടേം 4 ആണ്. ആ 4നെ ഈ പുറത്തെടുത്ത ആളെ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. 4/4 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? ഉള്ളിൽ 1 എന്ന് കിട്ടും. അടുത്തത് 4√2 ആണ്. എന്താണ്? 4√2 ആണ്. ഈ 4√2നെ ഈ പുറത്തെടുത്ത 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ എന്താ കിട്ടുക? അവിടെ √2 മാത്രമായി. 4ഉം 4ഉം കട്ടായിപ്പോൾ. അതുപോലെ തന്നെ അടുത്തതിൽ √3 മാത്രമായിരിക്കും. അപ്പോൾ 4 ഇൻറ്റു 1 പ്ലസ് √2 പ്ലസ് √3 അത്രയും സെൻറ്റിമീറ്റർ. അത്രയും എന്താണ്? സെൻറ്റിമീറ്റർ. അതാണ് അതിൻ്റെ ആൻസർ വരിക. ഇനി അടുത്തത് ഇതേ സാധനത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. ഏരിയ കണ്ടുപിടിക്കുക എങ്ങനെയാണെന്ന് അറിയാം നിങ്ങൾക്ക്? നോക്കിയേ, ഏരിയ കണ്ടുപിടിക്കാൻ ട്രപ്പിസീയത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഞാൻ വേറൊരു ട്രപ്പിസീയം ഇവിടേക്ക് ജസ്റ്റ് വരയ്ക്കാം. റഫ് ഫിഗർ വരയ്ക്കാം. ഇങ്ങനെയാണ് വരിക. ട്രപ്പിസീയത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 സൈഡ് എന്തായിരിക്കും? പാരലലായിരിക്കും. ഈ ഒരു സൈഡും ഈ ഒരു സൈഡും പാരലലാണെന്ന് വിചാരിക്കാം. ഇതിൽ ഒരു സൈഡിനെ എ എന്നും മേലുള്ള സൈഡിനെ ബി എന്നും വിളിച്ചാൽ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അത് ഡി യു ആണെങ്കിൽ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ½ ഇൻറ്റു ഡി ഇൻറ്റു എ പ്ലസ് ബി എന്നാണ്. ½ ഇൻറ്റു ഡി ഇൻറ്റു എ പ്ലസ് ബി. അതിൽ എ എന്ന് പറഞ്ഞാൽ എന്താ? എയും ബിയും പാരലൽ സൈഡ്. ഡി എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അപ്പോൾ നമ്മുടെ ഫിഗറിലേക്ക് നോക്കിക്കേ. നമ്മുടെ ഫിഗറിൽ പാരലൽ സൈഡ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ കാണുന്ന മൊത്തം ആളാണ്. ഈ കാണുന്ന
മൊത്തം ആൾ, അയാളുടെ അളവ് എത്രയാണ്? 2+2+2√3 എന്ന് എഴുതാം. അങ്ങനെ 2 2 വന്നു. ഇതാ ഒരു 2 ഇവിടെ ഉണ്ട്, ഒരു 2 ഇവിടെയും ഉണ്ട്. 2ഉം 2ഉം കൂട്ടി 2√3 കൂട്ടി. മേലുള്ള അടുത്ത പാരലൽ സൈഡ് എന്ന് പറഞ്ഞാൽ 2√3 തന്നെയാണ്. ഇവർ തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ മക്കളെ ഇതാ 90 ഡിഗ്രി. ഇത് അളവോടെ തന്നിട്ടുണ്ട് 2. അപ്പോൾ പാരലൽ സൈഡ് 2+2+2√3, മേലൊരു 2√3, ഡിസ്റ്റൻസ് 2. ഇനി ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയടാ. എന്ത് കൊടുക്കും? ഏരിയ സീക്കൽ ടു ഹാഫ് ഇൻറ്റു ഡി ഇൻറ്റു a+b കൊടുത്തു. ഹാഫ് ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഇവിടെ എനിക്ക് നേരത്തെ ഫിഗറിൽ നോക്കിയപ്പോൾ കിട്ടിയത് അത് 2 ആണ്. അപ്പോൾ ഞാൻ 2 എന്ന് കൊടുത്തു. ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ 2+2+2√3. ഞാൻ തൽക്കാലം കൂട്ടിയില്ല, നേരെ തന്നെ എഴുതി വെച്ചു. പ്ലസ് ബി എന്ന് പറഞ്ഞാൽ മേലത്തെ അളവ് 2√3 ആണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫിഗറിലേക്ക് നോക്കിയാൽ മതി. മേലത്തെ അളവ് എന്താണ്? 2√3 ആണ്. ഇനി ജസ്റ്റ് ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം എടാ 2ഉം 2ഉം ഇവിടെ എന്തായിപ്പോയി? ക്യാൻസലായിപ്പോയി. 2ഉം 2 എന്തായിപ്പോയി? ക്യാൻസലായിപ്പോയി. ഇനി ബാക്കിയുള്ള നോക്കിക്കോ. ഇവിടെ ഒരു 2+2 ഉണ്ട്. 2+2 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 4 കിട്ടും. പ്ലസ് ഇവിടെ ഒരു 2√3 ഉണ്ട്. ഇവിടെ ഒരു 2√3 ഉണ്ട്. 2√3യും 2√3യും കൂട്ടിയാൽ ടോട്ടൽ എത്ര √3 ആയി? 4√3 ആയി. നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ 4ഉം 4ഉം കോമൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരു 4 അങ്ങോട്ട് പുറത്തേക്ക് എടുത്തു. ബാക്കി ഇവിടെ 1 എന്ന് വരും. അടുത്തതിൽ ആര് വരും? √3 എന്ന് വരും. അത്രയും സെൻറ്റിമീറ്റർ സ്ക്വയർ. 4 × 1 + √3 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇത്രയേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ. പേജ് നമ്പർ 88-ലെ 3rd ക്വസ്റ്റ്യൻ. മക്കളെ ഇങ്ങനെയാണ് പറയുന്നത്. ദ പിക്ചർ ഷോസ് ദ ഫിഗർ ഫോംഡ് ബൈ ജോയിനിങ് 2 സ്ക്വയേഴ്സ്. എന്ന് വെച്ചാൽ ഈ ആദ്യത്തെ ആൾ എന്താണ്? സ്ക്വയറാണ്. രണ്ടാമത്തെ ആളും എന്താണ്? സ്ക്വയറാണ്. ഈ രണ്ടാൾക്കാരെ കൂട്ടി യോജിപ്പിച്ച് വെച്ചപ്പം നമുക്കൊരു ഷേപ്പ് കിട്ടി. പറയുന്നത് കാൽക്കുലേറ്റ് ദ ലെങ്ത് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആരുടെ? ലെങ്ത് ഓഫ് ബോട്ടം സൈഡ് ഓഫ് ദിസ് ഫിഗർ. ഈ ഫിഗറിൻ്റെ ബോട്ടം സൈഡിൻ്റെ ലെങ്ത്ത്, ഈ ഫിഗറിൻ്റെ താഴത്തെ സൈഡിൻ്റെ ടോട്ടൽ ലെങ്ത്ത് എന്ന് വെച്ചാൽ ഞാനിവിടെ തക്കണം മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ടോട്ടൽ ലെങ്ത്താണ് കണ്ടുപിടിക്കേണ്ടത്. കറക്റ്റ് ടു സെൻറ്റിമീറ്റേഴ്സ് എന്ന് പറയുന്നുണ്ട്. കറക്റ്റ് ടു എന്തെന്ന് പറയുന്നുണ്ട്? സെൻറ്റിമീറ്റേഴ്സ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ സെൻറ്റിമീറ്റർ അവിടെ നിൽക്കട്ടെ, നമുക്ക് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് അളവ് തന്നിട്ടുണ്ട്. 27 സ്ക്വയർ മീറ്റർ, ഇവിടെ 12 സ്ക്വയർ മീറ്റർ. മക്കളെ സ്ക്വയർ മീറ്റർ എന്ന് നിങ്ങൾ കണ്ടാൽ അപ്പം തന്നെ മനസ്സിലാക്കണം സ്ക്വയർ മീറ്റർ അല്ല സെൻറ്റിമീറ്റർ. സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം ഇത് ആരുടെ യൂണിറ്റാണ്? ഏരിയയുടെ യൂണിറ്റാണ്. എന്തിൻ്റെ യൂണിറ്റാണ്? ഏരിയേൻ്റെ യൂണിറ്റ്. ഏരിയേൻ്റെ യൂണിറ്റ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ അത് ഏരിയയാണ് തന്നിരിക്കുന്നത്. ഞാൻ അതൊക്കെ ഒന്ന് ഫിഗറിലേക്ക് മാർക്ക് ചെയ്യാൻ പോവാണ്. എൻ്റെ ഫിഗർ ഇവിടെ ഉണ്ട്. ആ ഫിഗറിലേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാൻ പോവാണ്. നോക്കിക്കോ, ഇവിടെ 27 സെൻറ്റിമീറ്റർ സ്ക്വയർ. സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇവിടെ 12 സെൻറ്റിമീറ്റർ സ്ക്വയർ. ജസ്റ്റ് പേര് കൊടുത്തു ABCD. ഇവിടെ PQ എന്ന് പേര് കൊടുത്ു. ABCD പിന്നെ ഒരു PQയും. ഇനി കണ്ടുപിടിക്കേണ്ടത് എന്താ? കണ്ടുപിടിക്കേണ്ടത് ഈ താഴത്തെ മൊത്തം സൈഡാണ്. ഈ താഴത്തെ സൈഡ് എന്ന് പറഞ്ഞാൽ AP-നെയാണ് കണ്ടുപിടിക്കേണ്ടത്. ആരെയാണ് കണ്ടുപിടിക്കേണ്ടത്? AP-നെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ AP-നെ ഇവർ ഇവിടെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് AB-യും പിന്നെ ഒന്ന് BP-യും. AB-യും എന്താണ്? BP-യും. അപ്പോൾ ആ രണ്ടാൾക്കാരെ കണ്ടുപിടിച്ച് കൂട്ടിയാൽ എന്ത് കിട്ടി? AP എന്ന് കിട്ടി. അപ്പം ഞാൻ അവിടെ എഴുതി വെച്ചു. ജസ്റ്റ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത് AP ആണ്. ആ AP കണ്ടുപിടിക്കണമെങ്കിൽ AB-നെയും BP-നെയും പിടിച്ച് കൂട്ടിയാൽ മതി. ഓക്കെ ആണല്ലോ. ഇനി ഒരു പ്രോപ്പർട്ടി പറയാം. നമുക്ക് ഈ കാണുന്ന ആൾ സ്ക്വയർ ആണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? സ്ക്വയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്ക്വയറിൻ്റെ ഏരിയ എങ്ങനെയാണ് മക്കളെ കണ്ടുപിടിക്കാം? സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് സൈഡിൻ്റെ സ്ക്വയറാണ്. സൈഡ് സ്ക്വയർ എന്നാണ് ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ സൈഡ് സ്ക്വയർ നമുക്കറിയാം. സൈഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കാം? സൈഡ് ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ സൈഡ് കണ്ടുപിടിക്കാൻ റൂട്ട് ഓഫ് ഏരിയ എടുത്താൽ മതി. എന്തെടുത്താൽ മതി? റൂട്ട് ഓഫ് ഏരിയ. കുറച്ച് എക്സാമ്പിൾ നമുക്ക് നോക്കാം. നോക്കിക്കോ, ഒരു ഏരിയ 4 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൈഡ് എന്തായിരിക്കും? √4 സെൻറ്റിമീറ്റർ ആയിരിക്കും. എന്ന് വെച്ചാൽ 2. ഏരിയ ഒരു 16 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഏരിയ സൈഡ് എന്തായിരിക്കും? √16 ആയിരിക്കും കിട്ടുക. 4. ഏരിയ 20 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സൈഡ് എന്തായിരിക്കും? √20. √20ൻ്റെ വാല്യൂ നമുക്കറിയില്ല, അതുകൊണ്ട് ജസ്റ്റ് √20 തന്നെ എഴുതി വെക്കാം. ഓക്കെ ആണല്ലോ. ഇനി ഇതേപോലെ നമുക്കിവിടെ തന്നിരിക്കുന്ന ആളെ ഒന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത്രയും കാര്യം നമുക്ക് വേണ്ട. ജസ്റ്റ് ഞാൻ
അതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ട ആളെ ഇവിടെ മുതൽ കണ്ടുപിടിക്കാം. ഞാൻ ആ ഫിഗർ ഒന്ന് ജസ്റ്റ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, കണ്ടുപിടിക്കേണ്ടത് എന്താ? എ പിനെയാണ് കണ്ടുപിടിക്കേണ്ടത്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതൊക്കെ ഞാനിവിടെ പറഞ്ഞു. എ പി ഈക്വൽ ടു എന്താണ്? എ ബി പ്ലസ് ബി പി എന്നാണ് അവിടെ എഴുതിയപ്പം ബി ഐ എന്നാണ് വന്നത്, ബി പി എന്നാണ് വന്നത്. ഓക്കെ, മക്കളെ ശ്രദ്ധിക്കും. ഇത് 27 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഏരിയ എന്താ? 27 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ സൈഡ് എന്തായിരിക്കും? √27. ഓക്കെയാണേ, സിമ്പിളാണേ. ഇത് 12 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ സൈഡ് എന്തായിരിക്കും? √12 സെൻറ്റിമീറ്റർ. ഓക്കെ, ഏരിയ 27 ആയാൽ സൈഡ് √27, ഏരിയ 12 ആയാൽ സൈഡ് √12. ഇപ്പം കിട്ടി, പരിപാടി കഴിഞ്ഞു. എ ബി കിട്ടി, എത്രയാണ്? √27. ബി പി കിട്ടി, എത്രയാണ്? √12. ഇനി ജസ്റ്റ് നമുക്കൊന്ന് ഇവിടേക്ക് എഴുതി വെക്കാം. എ ബി ഈക്വൽ ടു √27. ഞാൻ ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്താൽ എഴുതാൻ പോവുകയാണ്, കഴിഞ്ഞ ക്വസ്റ്റ്യനിലൊക്കെ ചെയ്ത പോലെ. 27നെ എങ്ങനെ എഴുതാൻ പറ്റും? നമുക്കൊരു പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതണം. പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? 1, 4, 9, 16 എന്നൊക്കെ പറഞ്ഞിട്ട് പോണ ആളാണ്. അപ്പം 27നെ 9 ഇൻറ്റു സംതിങ് എഴുതാൻ പറ്റും. എന്ത് എഴുതാൻ പറ്റും? 9 ഇൻറ്റു 3. വീണ്ടും സ്പ്ലിറ്റ് ചെയ്തു. ഇതിനെ √9 ഇൻറ്റു √3 എന്നാക്കി. √9, ഈ √9 നിങ്ങൾക്കറിയാം. √9 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ആണ്. അപ്പോൾ 3√3 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. എ ബി ഈക്വൽ ടു എന്തെന്ന് കിട്ടി? 3√3 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഇതേപോലെ അടുത്ത ആൾ ബി പി. ബി പി ഈക്വൽ ടു √12 എന്നല്ലേ കിട്ടിയത്? സ്പ്ലിറ്റ് ചെയ്തു. എടാ 12നെ ഏത് പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുക? ഇവിടെ നോക്കിക്കേ, 4 ഇൻറ്റു സംതിങ് എഴുതാൻ പറ്റൂലേ? 4 ഇൻറ്റു എന്ത് എഴുതാൻ പറ്റും? 3 എഴുതാൻ പറ്റും. വീണ്ടും സ്പ്ലിറ്റ് ചെയ്തു. √4 ആദ്യത്തെ ആൾ ഇൻറ്റു രണ്ടാമത്തെ ആൾ, √4 ഇൻറ്റു √3. √4 നിങ്ങൾക്കറിയാം, √4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ആണ്. അപ്പോൾ 2 ഇൻറ്റു √3. 2 ഇൻറ്റു √3 എന്ന് പറഞ്ഞാൽ 2√3 ആണ്. അപ്പോൾ ബി പി കിട്ടി എത്രയാണ്? 2√3 സെൻറ്റിമീറ്റർ. 2√3 സെൻറ്റിമീറ്റർ. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ആൾ ഞാൻ ഈ സൈഡിലേക്ക് തന്നെ എഴുതാം. എ പി ഈക്വൽ ടു എന്ത് കിട്ടും? ഇവർ രണ്ടാളെയും കൂട്ടിയാൽ മതി. 3√3 പ്ലസ് 2√3. 3√3 പ്ലസ് 2√3. 2√3യും 3√3യും നമുക്ക് കൂട്ടണം. അപ്പോൾ എത്രയാണ് കിട്ടുക? ടോട്ടൽ കിട്ടുക 5√3 എന്നാണ് കിട്ടുക. എന്താ കിട്ടുക? 5√3. പക്ഷേ ദ പ്രോബ്ലം ഈസ്, അല്ലെങ്കിൽ ഒരു ചലഞ്ച് ഈസ്, ഇവിടെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് സെൻറ്റിമീറ്റർ, കറക്റ്റ് ടു സെൻറ്റിമീറ്റർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ നിർബന്ധമായിട്ട് എന്ത് കൊടുക്കണം? √3ൻ്റെ വാല്യൂ കൊടുക്കണം. എ പി ഈക്വൽ ടു 5 ഇൻറ്റു 1.73 എന്നുള്ള വാല്യൂ കൊടുക്കുക. 1.73 എന്നുള്ള വാല്യൂ കൊടുക്കുക. 5 ഇൻറ്റു 1.73 വേണമെങ്കിൽ 1.732 നിങ്ങൾക്ക് കൊടുക്കാം. എന്നിട്ട് റെഡ്യൂസ് ചെയ്താൽ മതി. നോക്കിയോ, 5 ഇൻറ്റു 1.73 എന്ന് കിട്ടുക അപ്രോക്സിമേറ്റ്ലി 8.66 ആണ് കിട്ടുക. 8.66. നമുക്കിവിടെ തന്നിരിക്കുന്നത് സെൻറ്റിമീറ്റർ സ്ക്വയറിലായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? കറക്റ്റ് സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും. എ പി ഈക്വൽ ടു 8.66 സെൻറ്റിമീറ്റർ. വേണമെങ്കിൽ ഇവിടെ 2 ഡെസിമൽ പോയിൻറ്റ് കഴിഞ്ഞിട്ട് 2 പ്ലേസ് ഉണ്ട്, അത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 8.66നെ 8.7 അപ്രോക്സിമേറ്റ്ലി എഴുതിയിട്ട് എ പി ഈക്വൽ ടു 8.7 സെൻറ്റിമീറ്റർ എഴുതി വെച്ചാൽ പരിപാടി കഴിഞ്ഞു. ഓക്കെ ആണല്ലോ. ഒന്നും കൂടെ പറയണമെങ്കിൽ പറയാം. ഏരിയ 27 ആണ്, സൈഡ് എന്തായിരിക്കും? √27. ഇവിടെ ഏരിയ 12 ആണ്, സൈഡ് എന്തായിരിക്കും? √12. √27 √12 രണ്ടുമായിട്ട് പിടിച്ച് കൂട്ടാണ് പരിപാടി. പക്ഷേ അതിന് മുമ്പേ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാൽ 3√3 എന്നും √12നെ സ്പ്ലിറ്റ് ചെയ്താൽ 2√3 എന്നും കിട്ടും. ഈ രണ്ടാളെയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ 5√3 ആയിരിക്കും. ജസ്റ്റ് വാല്യൂ കൊടുത്തു. √3ൻ്റെ വാല്യൂ 1.73 ആണ്. കിട്ടുന്ന ആൻസർ 8.66. അതിന് വീണ്ടും ഒന്ന് മാറ്റി എഴുതി 8.7 സെൻറ്റിമീറ്റർ എഴുതി സിമ്പിളായിട്ട് ഉത്തരം കണ്ടുപിടിച്ചു. പേജ് നമ്പർ 88-ലെ 3 ക്വസ്റ്റ്യൻസ് നമ്മളിതിൽ ചെയ്തു. അടുത്തൊരു വീഡിയോയിലായിട്ട് പേജ് നമ്പർ 89-ലെ 3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും.